അതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ സ്വത്വബോധം ജാതി തിരിച്ച് ഇന്ന് പങ്കുവെക്കപ്പെടുകയാണ്. ജാതി നേതാക്കന്മാർ രാഷ്ട്രീയത്തിൽ അതിശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ജാതി നേതാക്കന്മാരുടെ ഇടപെടലിനെ രാഷ്ട്രീയക്കാർ വഴങ്ങിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. ഇത് രണ്ടും ചേർന്നാൽ, ജാതിയും രാഷ്ട്രീയവും കൂടി ഇടകലർന്നാൽ അത് കേരളത്തിൽ അപകടകരമായ ഒരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കും. ആ റിസൾട്ടിലേക്ക് കേരളം പോകുന്നുണ്ടോ എന്ന കാര്യത്തെപ്പറ്റിയുള്ള ആശങ്ക ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മൾ പറയും, ഇപ്പോൾ അഴിമതി മാത്രമല്ല കേരളത്തിൻ്റെ പ്രശ്നം, അഴിമതി മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾ അവിടെയുണ്ട്. പ്രവാസികളായ നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ്ഘടന തന്നെ ഇന്ന് കെട്ടിപ്പൊക്കപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ പേരിലാണ്. പ്രവാസി ജീവിതത്തിൻ്റെ ഭാഗം നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അവിടെ നിന്ന് നെല്ലോ അരിയോ അല്ലെങ്കിൽ പച്ചക്കറികളൊന്നുമല്ല, ഇറച്ചി കോഴിമുട്ടയൊന്നുമല്ല. അവിടെ നിന്ന് കയറ്റി അയക്കുന്ന ഈ ഹ്യൂമൻ റിസോഴ്സസാണ്. നിങ്ങളോട് വരുന്നത് എന്താ? നിങ്ങളവിടെ നിന്ന് കയറ്റി അയക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. കയറ്റി അയക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിനിമയം ചെയ്യപ്പെടുക. നിങ്ങളിവിടെ അധ്വാനിക്കുന്നു, ഇന്ന് പുറത്ത് 40 ഡിഗ്രി 49-40 ഡിഗ്രി ചൂടിലാണ് പണിയെടുക്കുന്നത് തൊഴിലാളികൾ. ഇവിടെ അധ്വാനിക്കുന്ന ആളുകൾ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടും നിങ്ങളുടെ കഴിവ് കൊണ്ടും നിങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അധ്വാനം, അത് ഇവിടെ വിനിമയം ചെയ്യപ്പെടുമ്പോൾ കിട്ടുന്ന പണം നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അതാണ് 1 ലക്ഷം കോടി രൂപ ഒരു വർഷം ഏകദേശം വരുമാനം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ എല്ലാ ബാങ്കുകളിലുമായ ഏകദേശം 48,000 കോടി രൂപ നിക്ഷേപമുണ്ട്. എക്കണോമിക് റിവ്യൂ വരുമ്പോൾ കണക്കുകളാണ്. 48,000 52,000 കോടി രൂപയുടെ നിക്ഷേപം നമ്മുടെ ബാങ്കുകളിലുണ്ട്. ആ നിക്ഷേപം മുഴുവൻ എവിടെ നിന്നാണ്? ഈ നോൺ റെസിഡൻസ് ഇന്ത്യൻസ് അയക്കുന്നതാണ്. അത് പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ നിന്ന് അയക്കുന്നതാണ്. ഈ സമ്പദ്ഘടനയാണ് നമ്മുടെ ഇന്നത്തെ സമ്പദ്ഘടന. കാർഷിക സംസ്കാരത്തിൽ നിന്ന് മാറി നമ്മൾ പതുക്കെ ഒരു മണി ഓർഡർ സംസ്കാരം എക്കോണമിയിലേക്ക് മാറി എന്ന് പറയുന്ന നിലയിലേക്കാണ്. ഇവിടെ നിന്ന് ഒഴുകുന്ന പണം ആണ് കേരളത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഇന്നിവിടെ ഒരു സ്ഫോടനം ഉണ്ടായി ഇവിടെ സൗദി അറേബ്യയിൽ. ഞാൻ കേട്ടു. പക്ഷേ നിങ്ങളിവിടെ ഞെട്ടലോടുകൂടി കേൾക്കുന്നതിനേക്കാളും ഞെട്ടുന്ന അവിടുത്തെ കേരളത്തിലെ ജനങ്ങളായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇക്കണോമിയെ ഡയറക്റ്റായിട്ട് ബാധിക്കും. കുവൈറ്റിലൊരു യുദ്ധം ഉണ്ടായാൽ, സൗദി അറേബ്യയിൽ ഒരു ചെറിയ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടായാൽ, കുവൈറ്റിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാന രാജ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം അസ്ഥിരപ്പെട്ടു പോകും. അത്രയധികം ആളുകളാണ് കേരളത്തിന് ഇവിടെ വന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി, ഇക്കോണമിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അവിടെ ഒരു വ്യവസായവും, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു വ്യവസായവും ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നില്ല. IT ഇൻഡസ്ട്രി പോലും നമുക്ക് വേണ്ട പോലെ രൂപപ്പെട്ടു വരുത്താൻ നമുക്ക് ഇപ്പോൾ സാധിച്ചിട്ടില്ല. കാർഷിക മേഖല അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞാൽ 1963 10 ലക്ഷം ഹെക്ടർ സ്ഥലം കൃഷിഭൂമിയുടെ സ്ഥലത്ത് നിന്ന് 2,22,000 ഹെക്ടറായിട്ട് കുറഞ്ഞു. 5-1 കുറഞ്ഞു. ഉൽപ്പാദനം കുറഞ്ഞിരിക്കുകയാണ് എല്ലാ മേഖലയിലും. കപ്പ ഉൽപ്പാദിപ്പിക്കുന്നത്, പയർ ഉൽപ്പാദിപ്പിക്കുന്നത്, എല്ലാ രംഗത്തും നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കേരളം എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയിട്ടുള്ള സ്റ്റഡി നിങ്ങൾ പ്രവാസികൾ വളരെ ഗൗരവത്തോട് കാണേണ്ട ഒരു കാര്യമാണ്. ഡെഡ് മണി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. ഡെഡ് മണി. 18 ലക്ഷം വീടുകളാണ് കേരളത്തിൽ വെൽ എക്യുപ്ഡ്, വെൽ ഫർണിഷ്ഡ് റെസിഡൻസസ് വെറുതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. 4 അംഗങ്ങൾ മാത്രമുള്ള ഒരു കുടുംബം 8,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നിർമ്മിക്കുകയാണ്. നമ്മൾ പ്രവാസികൾ വളരെ ഗൗരവത്തോട് കാണേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. നല്ല വീട് നിർമ്മിക്കണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് നല്ല വീട് വേണം. പക്ഷേ 4 അംഗങ്ങൾക്ക് 8,000 സ്ക്വയർ ഫീറ്റ് വേണോ എന്ന കാര്യം നമ്മൾ ആലോചിക്കണം. മണൽ കിട്ടാനില്ല, അവിടെ കല്ല് കിട്ടാനില്ല. മണലെന്ന് പറഞ്ഞാൽ എടുത്താൽ അവസാനിക്കുന്നതാണ്, രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സാധനമല്ല. പുഴയിൽ നിന്ന് വേണത് എടുക്കണമെങ്കിൽ ഏറ്റവും 3200 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്ന സ്ഥലത്ത് വർഷക്കാലത്ത് വൻ വെള്ളപ്പൊക്കവും വേനൽക്കാലത്ത് വലിയ വരൾച്ചയാണ്. എനിക്കറിയാം, എൻ്റെ പ്രദേശത്ത് ഒരിക്കലും കുടിവെള്ളത്തിന് പൈപ്പിനെ ആശ്രയിച്ചിരുന്നില്ല. ഇന്ന് എൻ്റെ പഞ്ചായത്തിലെ ഒരു 40% സ്ഥലത്ത് കുടിവെള്ളത്തിന് പൈപ്പിനെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഭൂഗർഭ ജലസമ്പത്ത് മുഴുവനും പൊല്യൂട്ടഡായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കേരളം. എല്ലാ പുഴകളും തകർന്ന് തരിപ്പണമായി. എല്ലാ പുഴകളിലും മണ്ണെടുത്ത് നശിപ്പിച്ചു. പാറമടകളൊക്കെ, മലകളൊക്കെ ഇടിച്ച് പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലങ്ങളും
മണ്ണിടിച്ചുകൊണ്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ചെയ്യുന്നത് നമുക്ക് ആർക്കറിയില്ല. നമ്മുടെ ഒരു വ്യവസ്ഥ, കുടുംബ വ്യവസ്ഥയിൽ തന്നെ വന്നിരിക്കുന്ന മാറ്റം. ഒരു വലിയ വീട് പണിയാൻ മനസ്സിലാക്കാൻ പറ്റും, അതിനേക്കാൾ വലിയ മതിൽ പണിയും. മതിൽ പണിയുന്നതിന് കരിങ്കല്ല് വേണ്ടേ? ആ കരിങ്കല്ല് എവിടെ നിന്ന് കിട്ടും? ഈ മല ഇടിച്ചുകൊണ്ടിരണ്ടേ? 3 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്ത ആളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഗവൺമെൻറ് കൊടുക്കുന്ന 2.5 ലക്ഷം രൂപയാണ് ഒരു വീട് പണിയാൻ. വീട് പണിയാൻ 2 ലക്ഷം രൂപ കൊടുത്താൽ 3 ലോഡ് മണലിറക്കിയാൽ ആ കാശ് കഴിഞ്ഞു. പിന്നെ അവനവിടെ വീട് പണിയും. അസംതൃപ്തി വളരെയാണ് അതിൻ്റെ ഫലമായിട്ട് കേരളത്തിലുണ്ടായിക്കൊണ്ട്. അസംതൃപ്തി വളരെയാണ്. അതായത് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അസംതൃപ്തി വളർന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിലുണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനം അക്രമവാസനയാണ്. അത് കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. മയക്കുമരുന്നിൻ്റെ വ്യാപനം കേരളത്തിൽ മദ്യനിരോധനം വലിയ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ 8,000 കോടിയുടെ മയക്കുമരുന്നിൻ്റെ കച്ചവടമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കണക്ക്. നിങ്ങൾ പിന്നെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഭയങ്കര മയക്കുമരുന്ന് തെറ്റിദ്ധരിക്കുന്നു വേണ്ട. പക്ഷേ ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്ത് ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ഒരു വലിയ സാമൂഹ്യ വിശകലനം ഗൗരവമായി നടക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സത്യമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അരാഷ്ട്രീയവൽക്കരണം ഏറ്റവും ശക്തമായി ഇന്ന് വേര് പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം കേരളമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ യോഗം കൂടി കഴിഞ്ഞാൽ, ഞങ്ങളുടെ സമ്മേളനത്തിന് ഒരു മീറ്റിംഗ് വിളിച്ചാൽ, ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് വന്നിയൻ രവീന്ദ്രൻ വന്ന് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മീറ്റിങ്ങിൽ ഞങ്ങൾ വിചാരിച്ചാൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ വിചാരിച്ച ഒരു 10-40 ആളെ പങ്കെടുപ്പിക്കാം. ആളെ പങ്കെടുപ്പിക്കാൻ അവർ വരും, പ്രസംഗം കേട്ട് പോകും. ഇപ്പോൾ CPM വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ VS വന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ 19,000 ആളെയൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റും. പക്ഷേ ഒരു ജാതി നേതാവ് തീരുമാനിച്ചാൽ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അയാൾ പ്രസംഗിച്ച് കഴിയുന്നവരെ ആൾക്കാർ അവിടെ ഇരിക്കുകയും ചെയ്യും. അയാൾ പ്രസംഗിച്ച് കഴിയുന്നവരെ ജനങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലല്ല ജനങ്ങൾക്ക് താല്പര്യം. അവൻ്റെ വിലക്കയറ്റം, അവനെ ബാധിക്കുന്ന അവൻ്റെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, ആ വിഷയങ്ങളെക്കാൾ കൂടുതലായിട്ട് ജനങ്ങൾ എൻ്റെ ജാതിക്ക് എന്ത് കിട്ടി എന്നതിനെ പറ്റി ഒരുത്തും പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവാണ്. മാതാ അമൃതാനന്ദമായി വരുന്നു എന്ന പോസ്റ്റർ അടിച്ചാൽ അവിടേക്ക് ഹിസ്റ്റീരിയ ബാധിച്ച പോലെയാണ് ആൾക്കാർ പോകുന്നത്. ശ്രീ രവിശങ്കർ വരുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചാൽ ആ രവിശങ്കർ നൃത്തം കാണാൻ വേണ്ടി കുടുംബശ്രീ യോഗത്തിൽ പോലും പങ്കെടുക്കാത്തതിലും കൂടുതൽ സ്ത്രീകൾ, മിഡിൽ ക്ലാസ്സിൽപ്പെട്ട പെണ്ണുങ്ങൾ അവിടേക്ക് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടും ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അതിന് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു അച്ഛൻ്റെ മുല്ലക്കര എന്ന് പറയുന്ന അച്ഛൻ പ്രസംഗിക്കുന്നു പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നത്. ഇതെന്താ ഈ രീതിയിലേക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ നയിക്കുന്ന ഒരു അരാഷ്ട്രീയ ബോധം പതുക്കെ പതുക്കെ കേരളത്തിൽ കീഴടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം സാധാരണ നിലയിൽ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനൊക്കെ തന്നെ. ഞങ്ങളൊക്കെ സാധാരണ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ആശങ്കപ്പെടുന്ന കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു മാത്രം. കാരണം ഇവിടെ നിന്നൊക്കെ പല ആളുകളും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വിളിക്കാറുണ്ട്. എന്താണ് സഖാവെ, അല്ലെങ്കിൽ എന്താണ് സുഹൃത്തെ, നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊക്കെ പല ആളുകളും ഇവിടെ നിന്ന് വിളിക്കാറുണ്ട്. നിങ്ങൾ പലപ്പോഴും അവിടെ വരികയും പോവുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ നിന്ന് കാണുന്നതിനപ്പുറത്തുള്ള പല ആന്തരികമായ അടിയൊഴുക്കുകളും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം കൂടെ നമ്മൾ പറയാം. ഇതൊക്കെ ആണെങ്കിലും ഇത് നമ്മുടെ കേരളത്തിൻ്റെ മുമ്പിലുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ വിരൽ ചൂണ്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളം ഇന്നും കേരളം ഇതൊക്കെ ആണെങ്കിലും കേരളം പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ജാഗ്രതയോടുകൂടി ഇപ്പോഴും കേരളത്തിൽ കാവൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം ആശ്വാസം നൽകുന്ന കാര്യം. ആ കാവൽ നിൽക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ജനാധിപത്യ ബോധത്തെ, കേരളത്തിൻ്റെ മതേതര ബോധത്തെ, കേരളത്തിൻ്റെ വിശാലമായ മനസ്സിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാവൽ നിൽക്കുന്നവരുടെ എണ്ണം കുറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട പ്രവർത്തനം. അതാണ് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തനന്മാർ ചെയ്യേണ്ട പ്രവർത്തനം. അതാണ് കേരളത്തിലെ പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനം.
ജീവകാരുണ്യ പ്രവർത്തനം ഇന്നിവിടെ നടത്തുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇന്ന് മതമൗലികവാദികളുടെ ഏറ്റവും വലിയ മുഖംമൂടി. മതമൗലികവാദികളുടെ ഏറ്റവും വലിയ മുഖംമൂടി ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനമാണ്. അവിടെയാണ് മൗലികമായ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പ്രസക്തി. അവിടെയാണ് ജീവകാരുണ്യ പ്രവർത്തനം ആർക്കും രണ്ട് രീതിയിൽ നടത്താം. ഒന്ന്, ആത്മാർത്ഥമായി സിൻസിയറായി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന അസ്ഥിയിൽ പിടിച്ച ഒരു രീതി ഉണ്ടായിരുന്നു, നിസ്വാർത്ഥമായ രീതി. അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. കൃഷി ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ജീവകാരുണ്യ പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. എല്ലാം സാംസ്കാരിക പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. കവിത എഴുതുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. നിങ്ങൾ കഥ രചിക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ CPIയുടെ, CPMൻ്റെ, കോൺഗ്രസിൻ്റെ, BJPയുടെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വീക്ഷിക്കുന്ന വേറെ ഇതിൽ കാണണം. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്ന പോലെ മാത്രം കണ്ടാൽ മതി. പക്ഷേ അതേ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിലോമകരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടി ഇന്ന് കേരളത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണത്തിൻ്റെ സാന്നിധ്യം അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സമ്പത്തിൻ്റെ സാന്നിധ്യം കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രതിലോമകരമായ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കുന്നതിൽ വിചാരിച്ചാൽ കൊണ്ടുവരുന്നതിനേക്കാൾ അധികം ആളുകളെ ഇന്ന് മറ്റു പലരും വിചാരിച്ചാൽ കൊണ്ടുവരാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റു പലതുമാണ്. ഞാൻ ചുരുക്കുകയാണ്. ഏതായാലും ഇതൊരു സാംസ്കാരിക സമ്മേളനം എന്ന നിലയിൽ ഞാൻ ചില കാര്യങ്ങൾ, എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് പങ്കുവെച്ചു എന്ന് മാത്രം കരുതിയാൽ മതി. നമുക്ക് ഇങ്ങനെ കൂടിയിരിക്കാനും കുറേ നേരം സംസാരിക്കാനും ഒരവസരം ഉണ്ടായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് നമ്മുടെ നവീകം സാംസ്കാരിക വേദി എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്കിവിടെ ഇരിക്കുന്ന പല ആളുകളെയും നേരിട്ട് പരിചയമില്ലാത്തവരാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അപരിചിതത്വം എന്ന് പറയുന്നത് തോന്നേണ്ട ഒരു കാര്യം എനിക്കില്ല. കാരണം ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ പരിചയമുള്ള പല ആളുകൾ നമ്മളെ വന്ന് പരിചയപ്പെടുമ്പോൾ, അത് കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ എനിക്ക് ഒരാളെ അന്യനായിട്ടോ ഒന്നും തോന്നാത്തതിൻ്റെ കാരണം നമ്മൾ തുടർന്ന് വന്ന അല്ലെങ്കിൽ പരിചയിച്ചു വന്ന ഒരു പ്രവർത്തന രീതിയുടെ ഭാഗമായിട്ടാണ്. അത് എനിക്ക് മാത്രമുള്ള കാര്യമല്ല. നിങ്ങൾ ചിലപ്പോൾ രാഷ്ട്രീയക്കാരെ പറ്റി കുറ്റം, രാഷ്ട്രീയക്കാർ ആരെ കണ്ടാലും ചിരിക്കും എന്ന് പറയും. ആരെ കണ്ടാലും ചിരിക്കും, കാണുമ്പോൾ അറിയോ എന്ന് പറയും. അത് നിങ്ങൾ വിചാരിക്കുന്നത് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. അറിയുമെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും നമ്മളറിയാതെ ഒരു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്. അതിനധികം സമയമൊന്നും വേണ്ട. നമ്മൾ കൈ കൊടുക്കുമ്പോൾ ആ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരും. നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വരുന്നതിന് നിങ്ങൾക്ക് ഞാനുമായിട്ട് എത്ര പോലത്തെ പരിചയം ഉണ്ടെന്നൊരു ഘടകമല്ല. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു പരിചയമില്ല എങ്കിലും എനിക്കത് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനല്ലേ? ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഇനി ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എനിക്ക് 100 കൊല്ലത്തെ പരിചയമുള്ള ഒരാളാണെങ്കിലും ഞാൻ ചെയ്യില്ല. അത് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ 100 കൊല്ലത്തെ പരിചയം, ഞാൻ 10 കൊല്ലത്തെ പരിചയമാണ്, ഞാൻ 15 കൊല്ലമായിട്ട് VS സുനിൽകുമാറിൻ്റെ പറഞ്ഞ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞൊരു വേണ്ടാത്തൊരു കാര്യം എന്നോട് പറഞ്ഞ് ഞാൻ ചെയ്തു കൊടുക്കില്ല. പറ്റില്ല സഹാവേ അല്ലെ സുഹൃത്തെന്ന് പറയും. അതുപോലെ നമ്മൾ പരിചയമില്ലാത്ത ആളുകളെയും രാഷ്ട്രീയക്കാർ ചിരിച്ചു കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ കളിയാക്കരുത്. രാഷ്ട്രീയക്കാരെ അങ്ങനെ അവരെ പൊതുപ്രവർത്തനം ചിരിച്ചു കാണിക്കുന്നത് അത് ആത്മാർത്ഥമായിട്ടുള്ള ചിരി തന്നെയാണ്. എന്തായാലും എൻ്റെ ചിരി ആത്മാർത്ഥമുള്ള ചിരി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെയായിരിക്കും മിക്കവാറും പ്രവർത്തകരെന്നാണ് എൻ്റെ ധാരണ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ എത്രമാത്രം നാളത്തെ പരിചയമുണ്ട് എന്നുള്ളത് അപ്രസക്തമായ കാര്യമാണ്. നമ്മളെല്ലാവരും തമ്മിലുള്ള ബന്ധം, സ്നേഹം, ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരും ഒരുമിച്ച് ചേരാനുള്ള സന്ദർഭങ്ങൾ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഈ നവീകം സാംസ്കാരിക വേദി, ഇവിടെയുള്ള മറ്റ് ഇതര നിരവധിയായ പൊതുപ്രവർത്തകർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പല ആളുകളും ഇന്നലെ ഒരു ആശുപത്രി പോയി അവിടെ വെച്ച് പരിചയപ്പെട്ട പല ആളുകളിവിടെ വന്നിട്ടുണ്ട്, പല സുഹൃത്തുക്കളും വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, വ്യത്യസ്തമായ രീതികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്ഭുതത്തോട് കാണാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ എത്ര സിൻസിയറായി. ഞാൻ ഈ പറഞ്ഞ യാതൊരു ജാടകളും ഇല്ലാതെ, ഒരു മുഖം മൂടിയല്ലാതെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്നും വന്ന രീതിയിൽ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ട് പ്രവർത്തിക്കുന്ന എന്തോരം ആൾക്കാരുണ്ട്. അവരാരും അവിടുത്തെ ലൈം ലൈറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല. ഇവിടെ പറയുന്ന പല പേരുകളും ചിലപ്പോൾ നമ്മൾ അവിടെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇവിടെ നിന്നൊരു ഡെഡ് ബോഡി അവിടേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഞങ്ങളെപ്പോലുള്ള ആൾക്കറിയാം, അതിൻ്റെ പിന്നിൽ അവിടെ കുറേ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടാവും. സൗദി അറേബ്യയിൽ നിന്ന് ഡെഡ് ബോഡി അവിടെ നിങ്ങോട്ട് വരുമ്പോൾ അത് KC ജോസഫ് നോർക്ക കൊണ്ടുവന്നല്ല. ഞാൻ KC ജോസഫ് പറയുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള എനിക്കല്ല, അത് ഏത് മന്ത്രിയാണെങ്കിലും ആ മന്ത്രിയുടെ സർഗ വൈഭവം കൊണ്ടല്ല. ഇവിടെ അതിന് വേണ്ടി പെയിൻ എടുത്ത ഒരുപാട് സഹോദരന്മാർ അതിൻ്റെ പിന്നിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും അവിടെ കടലാസ് ശരിയാക്കാൻ വേണ്ടിയും പണം അടയ്ക്കേണ്ടത് പണം അടച്ചുകൊണ്ടും അത് അവിടെ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഒരു രോഗി ഇവിടെ കിടക്കുമ്പോൾ ആ രോഗിയുടെ കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ,
അങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ജീവിക്കുന്ന ഉദാത്തമായ മാതൃകകൾ നമ്മുടെ ഈ ഇടയിൽ ഒരുപാടുണ്ട് എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ ഒപ്പം ജീവിച്ചിരുന്ന അകാലത്തിൽ മരിച്ചുപോയയാളാണ് സഫി അജിത്ത്. അവരുടെ പേരിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ KC പിള്ളച്ചേട്ടൻ്റെ നാമധേയത്തിലും അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കെല്ലാം സ്നേഹതരപരമായിട്ടുള്ള അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. വളരെ നന്ദി സുനിൽകുമാർ MLA. അടുത്തതായിട്ട് സർഗപ്രവാസം 2015 എന്ന പരിപാടിയുടെ മുഖ്യ ഘടകമായ സാഹിത്യ പുരസ്കാരം സഖാവ് KC പിള്ളയുടെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സാഹിത്യ പുരസ്കാരത്തിന് KC പിള്ളയെക്കുറിച്ച് അനുസ്മരിച്ച് സംസാരിക്കുവാൻ വേണ്ടി നവയം സാംസ്കാരിക വേദിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സഖാവ് ജമാൽ വല്യാപ്പിള്ളിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ അഭിമന്യ അധ്യക്ഷ സുഹൃത്ത് MA വഹീദ്, ഇന്നത്തെ മുഖ്യ അതിഥി കേരളത്തിൻ്റെ യുവ MLA VS സുനിൽകുമാർ, മറ്റു വേദിയിലിരിക്കുന്ന മറ്റ് അഭിമന്യരായ നേതാക്കൾ, സദസ്സിലിരിക്കുന്ന സുഹൃത്തുക്കളും രാഷ്ട്രീയ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സർഗപ്രവാസം 2015 ഇവിടെ നമ്മുടെ അധ്യക്ഷ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു ആശയം എന്തുകൊണ്ട് നമ്മളിലുണ്ടായി എന്നതിനെപ്പറ്റിയും ഇത് ലക്ഷ്യം വെക്കുന്നതിനെ പറ്റിയും ഇവിടെ മുൻ പ്രാസംഗികർ പറയുകയുണ്ടായി. ജീവകാരുണ്യ രംഗത്ത് നവീകം സാംസ്കാരിക വേദി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായി രക്ഷപ്പെടുന്ന ആയിരക്കണക്കിന് കദ്ദാമമാരുടെയും ജയിലിലകപ്പെട്ടവരെയും അതുവഴി പ്രവാസ സമൂഹത്തിനുള്ള മനോവിധത്തിന് സഹായമായി പ്രവർത്തിക്കുന്ന നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുണ്ട് ഇവിടെ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നാസ്വക്കവും ഷാജി മതിലകവും നമ്മളെ വിട്ടുപോയ സഫി അജിത്തും ഇവരിൽ ചിലർ മാത്രം. പ്രവാസ സമൂഹത്തിന് കുടുംബത്തിൽ നിന്നുള്ള വേദനകൾക്ക് പുറമെ അപ്രതീക്ഷിതമായി നടക്കുന്ന മരണവും അവർ എത്തിപ്പെടുന്ന പ്രദേശത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും അവിടെ സ്പോൺസർമാരുടെ പീഡനവും ജോലിയിൽ നിന്ന് നഷ്ടപ്പെടലും എല്ലാം തന്നെ വ്യഥയായ ഒരു മനോവ്യതയായി കൊണ്ടു നടക്കുന്ന ഞങ്ങൾ പ്രവാസികളെപ്പറ്റി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് VS സുനിൽകുമാർ മനസ്സിലാക്കിയിരിക്കും. 2 ദിവസമായിട്ട് പ്രശ്നങ്ങളുടെ നടുവിലാണ് എന്നും പ്രവാസി എന്നത്. ഞാൻ ആ വിഷയത്തെപ്പറ്റി കൂടുതൽ പോകുന്നില്ല. കാരണം എനിക്ക് അധ്യക്ഷൻ തന്നിരിക്കുന്ന 5 മിനിറ്റാണ്. ഒരു മഹാരഥനായ നമ്മുടെ KC പിള്ളയെ പറ്റി പറയാൻ 5 മിനിറ്റല്ല, എനിക്ക് 5 മണിക്കൂർ തന്നാൽ അതെന്നെ കൊണ്ട് പറ്റാത്തതാണ്. പക്ഷെ സമയത്തിൻ്റെ പരിധി മൂലം എനിക്ക് എൻ്റെ സബ്ജക്റ്റിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. 3 കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ. സർഗപ്രവാസം എന്ന പരിപാടി കലാ സാംസ്കാരിക സന്ധ്യ ഇവിടെ അണിഞ്ഞൊരുങ്ങുമ്പോൾ നവീകം സാംസ്കാരിക കരുതിയ 3 കാര്യങ്ങൾ വളരെ അർത്ഥവത്താണ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ നിറഞ്ഞൊഴുകിയിരിക്കുന്ന ഈ സദസ്സും ആവേശകരമായിരിക്കും നമ്മുടെ സഹോദരിമാരെയും കുട്ടികളെയും കാണുമ്പോൾ ഞങ്ങൾ നവീകം സാംസ്കാരിക വേദി പ്രവർത്തകർ വളരെ സന്തുഷ്ടരാണ്. എന്താണ് ഞാൻ 3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ പ്രവാസം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന യുവ താരം നമ്മുടെ VS സുനിൽകുമാർ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന MLA-മാരിൽ ഏതാനും നല്ല MLA-മാർ നിസ്വാർത്ഥമായി സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. അവർ പാർലമെൻറ്റ് നിയമസഭക്കകത്തും പുറത്തും വേണ്ടി പോരാടുന്നു. നന്മയ്ക്ക് വേണ്ടി തിന്മയ്ക്കെതിരായി, അനീതിക്കെതിരായി മുഖം നോക്കാതെ. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, VS സുനിൽകുമാർ ഇങ്ങനെ TV-യിൽ പറയുമ്പോൾ ഇദ്ദേഹം എന്താ ഇതാരെയും ഭയപ്പെടാതെ പറയുന്നു. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കൂടി വളർന്ന അദ്ദേഹത്തിന് അതൊരു പാരമ്പര്യ പ്രശ്നമല്ലായിരിക്കാം. അതാണ് ഞാൻ പറയുന്നത്. KC പിള്ള ജീവിതത്തിൽ കാണിച്ചതും അത് തന്നെയാണ്. മുഖം നോക്കാതെ സംസാരിച്ചിരുന്നു. അപ്പോൾ VS സുനിൽകുമാർ വെറുമൊരു MLA എന്നതിന് പുറമേ അദ്ദേഹത്തിൻ്റെ അകവും പുറവും അറിഞ്ഞപ്പോൾ
തൻ്റെ MLA ഹോസ്റ്റലിൽ രോഗത്തിൽ കിടക്കുന്ന ക്യാൻസർ രോഗികൾക്ക് ഇടം കൊടുത്തുകൊണ്ട് തന്നാൽ കഴിയുന്ന കഴിവുകൾ ഗവൺമെൻറ് മന്ദിരത്തിൽ തന്നെ കൊടുക്കുന്നു എന്നറിയുമ്പോൾ ഒരു യുവാവായ MLA നമുക്കിതിൽ പരം എന്ത് പ്രതീക്ഷിക്കാൻ കഴിയും? ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കാൻ ഈ വേദി ഉപയോഗിക്കട്ടെ. കാരണം ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മാതൃകയ്ക്ക് പൂത്തിരി കത്തിക്കുന്ന നവീക സാംസ്കാരിക വേദിയാണിത്. രണ്ടാമത്തെ കാര്യം, 2 അവാർഡുകൾ നമ്മളിവിടെ പ്രഖ്യാപിച്ചു. 2 അവാർഡ് നാമകരണം ചെയ്യപ്പെട്ടു. ഒന്ന്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആചാര്യന്മാരിൽ, അനുഗ്രഹീത നേതാക്കന്മാരിൽ ഉന്നതനീയനായ KC പിള്ളയുടെ നാമധേയത്തിലൊരു അവാർഡ്. സൗദി അറേബ്യയിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തു പ്രവർത്തിക്കുന്നവരുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നവീന സാംസ്കാരിക വിഭാവനം ചെയ്യുന്ന പദ്ധതിയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട് ഇവിടെ. ഞാൻ എൻ്റെ ജീവിതം തന്നെ ഞാൻ ആദ്യമായിട്ട് ഞാനൊരു ലേഖനം എഴുതിയത് ഇവിടുത്തെ മലയാള ന്യൂസ്. അന്ന് കഴിഞ്ഞ ദിവസം മലയാള ന്യൂസിൻ്റെ പരിപാടി ഞാൻ പറയുകയുണ്ടായി. എനിക്ക് എഴുതാനുള്ള കഴിവുകൾ എനിക്ക് മനോരമയോ മാതൃഭൂമിയോ തന്നിരുന്നില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് എഴുതാനുള്ള കഴിവ് അന്നും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേദി തന്നത് ഇവിടുത്തെ മലയാള ന്യൂസിൻ്റെ MB ആരിസായിരുന്നു. ഞാൻ എഴുതിയപ്പോൾ നന്നായെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എഴുതാൻ എനിക്ക് തോന്നി. അതിന് കാരണം വേദിയാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ജീവിതം കൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്ത 150ഓളം കവിതകളും കഥകളും അവതരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് അതിൻ്റെ കോർഡിനേറ്റർ വിൻസ് പറയുന്നത് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ആ കവിതകൾ, ഞങ്ങൾക്കൊന്നും പറയാനില്ല, എങ്കിലും 1, 2, 3 അത് കൊടുത്തല്ലേ പറ്റൂ. ജഡ്ജിങ് കമ്മിറ്റി പാനലിൽ വിഷമിച്ചിരിക്കുകയാണ്. കഴിവുകൾ മാറ്റുരക്കുമ്പോൾ ഇവർ സർഗപ്രഭ ഉള്ളവരാണ്. അതിൽ എഴുതിയവർ പലരും തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾ പകലന്തിയോളം ജോലി ചെയ്ത് കുടുംബകാര്യങ്ങളിൽ വൈകുന്നേരം ഫോൺ ചെയ്തുകൊണ്ട് അങ്ങ് വേറിട്ട് നിൽക്കുന്ന ദൂരത്ത് നിൽക്കുന്ന തൻ്റെ പ്രീതമയോടും മക്കളോടും സംസാരിച്ച് കാലം കഴിയുന്ന സമയം നിൽക്കുന്നതിൽ തൻ്റെ സർഗശേഷി ഉരക്കാനുള്ളൊരു വേദി ഇല്ലാത്തതുകൊണ്ട് അവർ എഴുതിയില്ല. ഇന്ന് എഴുതി അവർക്ക് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഈ അവാർഡ് പ്രഖ്യാപിച്ചവരെല്ലാം തന്നെ നിങ്ങൾ അവരുടെ പേഴ്സണലായ ലൈഫ് ഒന്ന് ചെക്ക് ചെയ്താൽ അവർ സാഹിത്യകാരന്മാരൊന്നുമല്ല, ഉള്ളവരുമുണ്ട്, നമ്മുടെ സബീനയെ പോലുള്ളവർ. ഞാൻ പറയുന്നത് ഇതിന് വേദി കിട്ടാത്തതാണ് ഇവർക്കുണ്ടത്. മൂന്നാമത്തെ കാര്യം, ഞാൻ കൂടുതൽ പറയാൻ എനിക്ക് സമയം എൻ്റെ അധ്യക്ഷൻ തരാത്തത് കൊണ്ട് മറ്റൊരു ദിവസത്തിൽ പറയുന്നതാണ്. ഇപ്പോൾ ഞാൻ മൂന്നാമത്തേതിലേക്ക് പറയുന്നത്, ഈ അവാർഡ് പ്രഖ്യാപിച്ച 2 പേർ സഫിയ അജിത്ത് ആൻഡ് നമ്മുടെ KC പിള്ള. അപ്പം നവീകം അതിൻ്റേതായ വഴിക്ക് പോയി എന്നാണ് ഞാനിവിടെ തെളിയിക്കുന്നത്. 2 പേരുടെയും ജീവിതത്തിനൊരു സാമ്യതയുണ്ട്. സഹജീവികളെ അടുത്തറിയുവാൻ, സഹജീവികളുടെ പ്രശ്നങ്ങൾ ഇടപാടുള്ള 2 പേരുടെയും താല്പര്യം. KC പിള്ള ജീവിതത്തിൽ എന്നും അനുവർത്തിക്കുന്ന പോന്ന കാര്യം ജനാധിപത്യ രീതിയിലുള്ള സമീപനം. എന്തു പ്രശ്നം വന്നാലും അത് ഇരുന്ന് സംസാരിച്ച് നമുക്ക് തീർക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയവർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താ പറഞ്ഞാൽ എല്ലാം തിരിച്ചുകൊണ്ട് സുഹൃത്തുക്കൾക്ക്, തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്ക്, നാട്ടുകാർക്ക് വേണ്ടി വിധിച്ചു കൊടുക്കുന്ന സ്വഭാവമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ആദരണീയ ഷായി സാർ. ജീവിതത്തിൽ ഒരു കാലത്ത് ഷായി സാറിനത് പറയുന്നതിൽ വിഷമമുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അച്ഛനുള്ള കാലത്ത് ഉള്ളതൊക്കെ സമ്പാദ്യം തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ചിലവഴിക്കിയ ചരിത്രം. ഉറങ്ങാൻ പോലും മേൽക്കൂരകൾ നിന്നുകൊണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചപ്പോൾ എതിരാളികൾ ഈ KC പിള്ള സാറിൻ്റെ ഘാതകരാകാൻ വേണ്ടി വിശ്രമിച്ചൊരു ചരിത്രം ഞാൻ വായിക്കുകയുണ്ടായി. അന്ന് ഈ പ്രിയപ്പെട്ട മക്കൾ അദ്ദേഹത്തിന് പത്മവ്യൂഹം സൃഷ്ടിച്ചുകൊണ്ട് അച്ഛനെ രക്ഷിച്ച കഥ കണ്ണീരോടുകൂടെ വായിക്കാനേ എനിക്ക് പറ്റിയുള്ളൂ. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. KC പിള്ള സഖാവ് KC പിള്ളയെ പോലെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പോരാട്ടത്തിൻ്റെ വീര്യം അദ്ദേഹത്തിന് കുറഞ്ഞില്ല. 76 വർഷക്കാലം ജീവിച്ച് കൊല്ലത്ത് ചവറയിലും പരിസര പ്രദേശത്തും ജീവിച്ചുകൊണ്ട് ജീവിത ചൈതന്യം വിട്ടില്ല അദ്ദേഹം. മരണത്തിന് തലേ ദിവസം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സന്ദർശിച്ച സുഹൃത്ത് പറയുകയാണ്, KC മധു എന്ന സുഹൃത്തോട് പറയുകയാണ്,
ഈ അടുത്തായി ഇറങ്ങിയ പുസ്തകത്തിന് ഒരു ഏടനിക്ക് കിട്ടിയില്ലല്ലോ എന്ന്. അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അദ്ദേഹം വായനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു. വായനയ്ക്ക് മാത്രമല്ല, ഞാൻ ഈ മക്കളോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ പല കാര്യങ്ങളും കഴിഞ്ഞ വർഷം ബിനോയ് വിശ്വം വന്നപ്പോൾ ഉള്ള ഒരു ചർച്ചയിൽ അദ്ദേഹം പറയുകയുണ്ടായി. കൊല്ലത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. നല്ലൊരു കഥാപ്രസംഗികനായിരുന്നു എന്ന് പോലും ഞാൻ അറിഞ്ഞു. സരസ് സംഭാഷണത്തിൽ കൂടി സദസ്സിനെ കയ്യിൽ ക്രൗഡ് പുള്ളറായിരുന്നു അദ്ദേഹം. പ്രസംഗത്തിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാ എതിർകക്ഷികളായ കോൺഗ്രസ് പാർട്ടി പോലും, അന്നത്തെ കോൺഗ്രസ് എന്ന് വെച്ചാൽ അന്ന് പാർട്ടി നിരോധിച്ച കാലമായിരുന്നു. അദ്ദേഹം 3-4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, KPSC-യുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. വെറും ഒരു രാഷ്ട്രീയക്കാരനായി ഒതുങ്ങിക്കൂടുന്ന ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു വെല്ലുവിളിയായിരുന്നു കെ.സി. പിള്ളയെപ്പോലുള്ള ജീവിതത്തിൻ്റെ ചൈതന്യവത്തായ ജീവിതം കാഴ്ചവെച്ചവർ. നമുക്ക് കേരള ചരിത്രത്തിൽ അറിയാം, ഒരുപാട് നായകന്മാർ കടന്നുപോയി. ഇന്നും ഈ തലമുറ അറിയാത്തൊരു കാര്യമുണ്ട്. ആരൊക്കെ സമൂഹത്തിന് നല്ലത് ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ സമൂഹത്തിന് വെളിച്ചം വീശിയിട്ടുണ്ടോ, അവരുടെ പാതകളിൽ അഴിമതിയില്ലാത്ത, കറപുരളാത്ത, സംശുദ്ധമായ ജീവിതം നയിച്ചിട്ടുണ്ടോ, അവരെ സമൂഹത്തിനെ ഉദ്ധരിച്ചിട്ടുണ്ടോ, പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ, പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ, അവരുമായി ഇടപഴകിയിട്ടുണ്ടോ, അങ്ങനെ ഇടപഴകിയവരെ ഒരിക്കലും കേരള സമൂഹം ത്യജിച്ചിട്ടില്ല. അതിനുദാഹരണമാണ് നമ്മുടെ MN ഗോവിന്ദൻ നായർ. ഇന്നും നമ്മൾ ലക്ഷം വീടിനെ പറ്റി പറയുന്നു, അച്യുതമേനോന്റെ ഭരണശേഷിയെപ്പറ്റി നമ്മളെ എല്ലാവരും പറയുന്നു, EMS-നെ പറ്റി പറയുന്നു, CH മുഹമ്മദ് കോയയെ പറ്റി പറയുന്നു, അങ്ങനെ എത്ര ഗൗരവയെ പറ്റി പറയുന്നു. എത്ര നേതാക്കന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. കടന്നുപോയ വഴികൾ ചൈതന്യവത്തായിരുന്നു. അവർ പ്രകാശം പുരത്തി, ആരെയും അവർ കൂസലാക്കിയില്ല, ആരെയും പേടിച്ചില്ല. അവരുടെ ജീവചരിത്രം നമുക്ക് മലയാളികൾക്ക് സുപരിചിതമാണ്. ഇതിൻ്റെ ഒരു കണ്ണിയായി നമ്മുടെ സുനിൽ കുമാറും വളരുന്നു എന്ന് ഞാൻ സന്തോഷിക്കുന്നു. ഒരു പ്രവാസി എന്ന നിലയിൽ വെറും സുനിൽ മാത്രമല്ല, അതുപോലെ നമുക്ക് പല യുവ MLA-മാരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് പുതിയ തലമുറക്കൊരു ആവേശം തന്നെ. വിപ്ലവ പാരമ്പര്യത്തിൻ്റെ ഉടമയായി, അതിൻ്റെ ഉടമയായി ജീവിക്കുകയും ജനിക്കുകയും അതിൽ വളരുകയും സമരമുഖത്ത് അടിപതറായി നിൽക്കുകയും ചെയ്ത് പിന്മാറാൻ എന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കെ.സി. പിള്ള എന്ന കെ. ചന്ദ്രശേഖര പിള്ള എന്നായിരുന്നു ചരിത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ താൻ എന്തു ആഗ്രഹിക്കുന്നു, എന്തു വേണം, എന്താണ് അദ്ദേഹത്തിൻ്റെ നയം, അത് ജീവിതത്തിൽ ആരെയും കൂസാതെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. ജീവിത അവസാനം വരെ 76-ാം വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. 1935-ൽ അദ്ദേഹം ജനിച്ചു. 2011-ലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചപ്പോൾ അന്ന് സഖാക്കൾക്ക്, അവിടെ ഒളിവിലിരിക്കുന്നവർക്ക് അഭയം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത്. MN ഗോവിന്ദൻ നായരും തോപ്പിൽ ബാസിയും, എന്തിന് അന്നത്തെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം തന്നെ കൊല്ലം ഏരിയയിൽ സമ്മേളിക്കുക പതിവായിരുന്നു പോലും. ഞാനന്ന് കുട്ടിയാണ്, അതുകൊണ്ട് എനിക്കത് കൂടുതൽ അറിയില്ല. അവിടെ അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ട മുറുക്കാനും, MN ഒരിക്കൽ അനുഭവത്തിൽ പറയുന്നു, ഇദ്ദേഹം മുറുക്കാൻ വാങ്ങിക്കൊടുത്ത കഥ. അപ്പോൾ ഒരേ കടയിൽ നിന്ന് മുറുക്കാൻ മേടിച്ചപ്പോൾ അത് ഒറ്റുകൊടുക്കാരും പോലീസുകാരും അറിയുന്നിട്ട് വ്യത്യസ്ത കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി KC-യോട് MN പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ വായിച്ചു. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിന് തൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ വലിയ കാര്യമല്ല. ആ യുവത്വത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി കാരണം അദ്ദേഹം എടുത്തുചാടി പ്രവർത്തനത്തിലുണ്ടാവുകയാണ് ചെയ്തത്. 3rd ഫോറത്തിൽ പഠിക്കുന്ന സമയത്ത് AISF-ന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ പുറത്താക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അദ്ദേഹം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. തുടർച്ചയായ വായനകൾ, അനുഭവങ്ങൾ, സംവാദങ്ങൾ അദ്ദേഹത്തെ പകരം വെക്കാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവായി അദ്ദേഹത്തെ വളർത്തി. പ്രസംഗങ്ങൾ കേൾക്കാൻ ആയിരങ്ങൾ കൂടിച്ചേർന്നു. അങ്ങനെ അദ്ദേഹം വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ ജ്ഞാനം അദ്ദേഹം വായനയിൽ കൊണ്ടുണ്ടായി. അദ്ദേഹം അവസാന കാലത്ത് ചോദിച്ച പുസ്തകത്തിൻ്റെ പേര് പോലും നമ്മൾ ആരും കേൾക്കാത്ത പുസ്തകങ്ങളായിരുന്നു. അതാണ് കെ.സി. പിള്ള.
അപ്പോൾ ഇന്നിവിടെ ഒരു സാഹിത്യ പുരസ്കാരം, എനിക്കിത് പറയുകയാണ് നേരം വെളുക്കോളം പറയാനുണ്ട്, നിങ്ങൾ അനുവദിക്കില്ല, എൻ്റെ അധ്യക്ഷൻ എൻ്റെ ചെവിട്ടിന് പിടിക്കും, അല്ലെങ്കിൽ തന്നെ എം എ വായി ലക്ഷം ചൂടനാണ്. അപ്പോൾ ഞാൻ പറയുന്നത് 5 മിനിറ്റ് നിന്നുകൊണ്ടൊരു മഹാപ്രതിഭയെ എനിക്കിവിടെ വിശദീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 2 വ്യക്തികളായി ഇവിടുന്ന് അവാർഡ്, നമ്മുടെ സാഹിത്യ പുരസ്കാരവും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഇന്ന് ഈ പുരസ്കാരം ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ ആ നാമധേയം KC പിള്ള സാറിൻ്റെതായതിൽ അന്വർത്ഥമാണ്, അത് ശരിയായ തീരുമാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം സാഹിത്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമുള്ള ഒരു മഹാനായ നേതാവിൻ്റെ പേരിൽ തന്നെ ആവട്ടെ അത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ജീവകാരുണ്യം പറയുമ്പോൾ നമ്മൾ സഫിയായത്തിനേക്കാൾ വലിയൊരു പ്രതിഭ ഇവിടെ ഉണ്ടായിരുന്നില്ല. പകരം വെക്കാനാവാത്ത ഒരു സ്ത്രീ ശക്തിയായിരുന്നു അത്. കഴിഞ്ഞ 1 വർഷമായി ആ സാന്നിധ്യം നമ്മളെ വേദനിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീവർഗം, സ്ത്രീ വിഭാഗം വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ഈ സഫിയായത്തിൻ്റെ അഭാവം. സഫിയയുടെ പേരിൽ ഈ അവാർഡ് ഏറ്റവും നല്ലൊരു കാര്യമായി എനിക്ക് തോന്നുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, KC-യും സഫിയായത്തും 2 പേരും സഹജീവികളുടെ പ്രശ്നങ്ങളിൽ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ പേരിൽ 2 ആൾക്കും സമാനതകളായ സ്വഭാവങ്ങളാണുള്ളത്. ഇവർ 2 പേരും വ്യക്തി ജീവിതത്തിലുള്ള പ്രത്യേക വ്യക്തി താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തില്ല. 2 പേരും തൻ്റെ മരണസമയം വരെ ചോദിക്കുന്നത് മറ്റുള്ളവരുടെ ക്ഷേമത്തെ പറ്റിയാണ്. KC പിള്ളയും ഞാനുമായി വലിയ വ്യത്യാസമുള്ളത് കൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചില്ല എൻ്റെ ആരോഗ്യത്തെ. പക്ഷേ സഫിയ അവസാനമായി സാദ് ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടിയിലേക്ക് കയറുമ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ജമാൽ സഖാവെ, നാവികത്തിൽ നന്നായി പ്രവർത്തിക്കണം. രണ്ടാമത് പറഞ്ഞ കാര്യം, താങ്കളുടെ അസുഖത്തിൻ്റെ സ്ഥിതി എന്താണ്? എനിക്കത്ര വലിയ അസുഖമൊന്നുമില്ല, ഒരു ദിവസം ഭാര്യ വെറുതെ തമാശക്ക് പറഞ്ഞതാണ്, എനിക്ക് ചെറിയ അസുഖമുണ്ടതാണ്. അത് പുള്ളിക്കാരി മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിച്ചൊരു അനുഭവം എനിക്കുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് എന്നും കാണുമ്പോൾ നമ്മോട് ചോദിക്കുക, എന്താണ് നിങ്ങളുടെ കാര്യം? ഇത് തന്നെയാണ് KC പിള്ളയും ചോദിച്ചതെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കാരണം അധികം സമയം അനുവദിക്കുന്നില്ല. ജനങ്ങളോട് ആത്മബന്ധം പുലർത്തുന്ന 2 നേതാക്കൾ, രാഷ്ട്രീയ എതിരാളികളായ, ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികൾ KC-യുടെ ഇളയ മകനെ ക്രൂരമായി ആക്രമിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ചിന്താഭക്തമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക, അവരെ നിങ്ങൾ എതിർത്തുകൊണ്ട് വീണ്ടും തമ്മിലടിപ്പിക്കുകയല്ലേ വേണ്ടത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് കൂടുതൽ എനിക്ക് പറയാൻ ഇപ്പം സമയം വൈകിയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സഖാവ് KC-യെ അനുസ്മരിച്ച സഖാവ് ജമാൽ വെള്ളിയാഴ്പിള്ളിക്ക് പ്രസീഡിയത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സഖാവ് സഫിയ അജിത്തിനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ ഷാജി മദറത്തെ ക്ഷണിക്കുന്നു. നവയുഗം സാംസ്കാരിക വേദിയുടെ കോബർ മേഖല സംഘടിപ്പിച്ച മഹത്തായ പ്രൗഢോജ്വലമായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ സഖാവ് വാഹിദ്, നാട്ടിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ നാട്ടുകാരനും വളരെ പ്രിയപ്പെട്ടവനുമായ സഖാവ് VS സുനിൽകുമാർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എന്നിൽ അർപ്പിതമായിട്ടുള്ളത് സഫിയ അജിത്തിനെ കുറിച്ച് 5 മിനിറ്റിൽ കൂടാതെ സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഒരു സ്ത്രീ വ്യക്തിത്വം. നേരത്തെ എനിക്ക് മുമ്പ് പറഞ്ഞ പ്രാസംഗികൻ 5 മിനിറ്റ് അല്ല 5 മണിക്കൂർ തന്നാലും പറയാൻ കഴിയില്ല എന്നുള്ളത് അർത്ഥവത്തായി ഉപയോഗിക്കാൻ കഴിയാവുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവായിരുന്നു ശ്രീ സഫിയ അജിത്ത്. അവരെക്കുറിച്ച് പറയുമ്പോൾ ആതുര ശുശ്രൂഷ സേവന രംഗത്ത് നിന്നും ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന അവർ
4 വർഷത്തോളം യമനിലും അതിനുശേഷം സൗദി അറേബ്യയിലുമായി ശരാശരി 22-23 വർഷത്തോളം പ്രവാസ ലോകത്ത് ഉണ്ടായിരുന്നവരാണ്. എനിക്ക് അവരെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഏതാണ്ട് 5 വർഷത്തിനു മുമ്പ് അർദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ജാൻസി എന്ന് പറയുന്ന കൊല്ലം തെക്കും ഭാഗത്തുള്ള ഒരു സ്ത്രീയുടെ ദയനീയമായ കരച്ചിൽ ഉള്ള ഒരു ഫോൺ എനിക്ക് വന്നിരുന്നു. ആ ഒരു കേസ് അറ്റൻഡ് ചെയ്തപ്പോൾ അവരുടെ കൊച്ച് സ്കൂളിൽ പോകുന്ന വഴി അപകടത്തിൽപ്പെട്ട് മരിച്ചുവെന്നും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അവരുടെ കൊച്ചു കുഞ്ഞിൻ്റെ ജഡം കാണുവാൻ എങ്ങനെയെങ്കിലും എൻ്റെ സ്പോൺസറോട് അനുവാദം വാങ്ങി തന്നുകൊണ്ട് എന്നെ കയറ്റിവിടണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ അഭ്യർത്ഥന. ഏതാണ്ട് 15 ദിവസം മാത്രമായി വന്നിട്ടുള്ള അവർ സ്പോൺസറുമായി സംസാരിച്ചപ്പോൾ ഒരു കാരണവശാലും അവരെ വിടുവാൻ സന്നദ്ധനല്ലായിരുന്നു. എങ്കിലും നിരന്തരമായ അഭ്യർത്ഥനകളിലൂടെ സ്പോൺസർ ദമാമിൽ വരികയും മെഡിക്കൽ പോലും കഴിയാത്ത ആ ആയയായി വന്നവർക്ക് ഞങ്ങളെല്ലാവരുടെയും സഹായത്തോടെ 3 ദിവസം കൊണ്ട് ഇക്കാമ അടിക്കുകയും ഒരു പ്രത്യേക ഉപാധി വെച്ചുകൊണ്ട് അവരെ നാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ഒരു പരിശ്രമം നടത്തുകയുമുണ്ടായി. ആ ശ്രമത്തിൻ്റെ ഫലമായി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആ സ്ത്രീയെയും അതിൻ്റെ സ്പോൺസറും ഇവിടെ നിന്ന് അവരുടെ ആ സ്പോൺസറുടെ മകനായ റാഷിദ് എന്ന് പറയുന്ന ഒരു പോലീസ് ക്യാപ്റ്റനും കൂടി വന്നിരുന്നു. അന്നവർ പറഞ്ഞത്, ഞങ്ങൾ ചിലവാക്കിയ പണം 9,000 റിയാലാണ് ഈ വിസയ്ക്ക്. ആ പൈസ തന്നാൽ നിനക്ക് ഇവരെ വിടാം. നീ തന്നാലും ഈ സ്ത്രീ തന്നാലും നമ്മൾക്ക് പണം കിട്ടണം. ടിക്കറ്റ് പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സാമൂഹ്യ പ്രവർത്തകനായ കമാൽ കളമശ്ശേരിയാണ് ടിക്കറ്റ് വാഗ്ദാനം ചെയ്തത്. അങ്ങനെ 9,000 റിയാൽ ആ സ്ത്രീയുടെ കയ്യിൽ കൊടുക്കാനില്ലാത്തൊരവസ്ഥയിൽ കരഞ്ഞ് കാല് പിടിച്ച് നമ്മളുടെ മനസ്സ് ശരിക്കും വളരെ ഒന്നും പറയാനില്ലാത്തൊരവസ്ഥയിൽ ഞാൻ എൻ്റെ ഇക്കാമയുടെ കോപ്പിയിൽ എഴുതി കൊടുക്കുകയായിരുന്നു 9,000 റിയാൽ ഞാൻ തരാമെന്ന്. കാരണം അവർ തിരിച്ചു വരും, തിരിച്ചു വന്നില്ലെങ്കിലേ ഈ പൈസ കൊടുക്കേണ്ടതുള്ളൂ. ഈ ഒരവസ്ഥയിൽ അവരെ പറഞ്ഞേക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയും എല്ലാ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു, മാക്സിമം 15 ദിവസം എൻ്റെ കുഞ്ഞുമകൻ്റെ ജഡം മറവ് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തുമെന്ന വാഗ്ദാനത്തോടെയാണ് അവർ ഇവിടെ നിന്ന് പോയത്. 10 കഴിഞ്ഞു, 15 കഴിഞ്ഞ് ഏതാണ്ട് 1 മാസമായിട്ടും കാണാതായപ്പോൾ സ്പോൺസർ എന്നെ തിരക്കി വന്നിരുന്നു. അവസാനം ചുരുക്കി പറയട്ടെ, കാരണം 5 മിനിറ്റേ ഉള്ളൂ. അവസാനം ആ സ്ത്രീ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല. മറിച്ച് 9,000 റിയാലിന് വേണ്ടി സൗദി എൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനൊരവസ്ഥയിൽ ഇത് വായിച്ചറിഞ്ഞ സഫിയാജത്ത് ബന്ധപ്പെടുകയാണ് ഉണ്ടായത്. അവർക്ക് ഇത് വാർത്ത വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലുണ്ടായ ഒരു വികാരം, എങ്ങനെ ഇങ്ങനെയുള്ള ആളുകളെ സഹായിച്ചുകൊണ്ട് സ്വയം നഷ്ടപ്പെട്ടുകൊണ്ട് സഹായിക്കുന്നൊരവസ്ഥയിലേക്ക് പോയ എന്നെ ഒരുപാട് ഉപദേശിച്ചു. എന്താണ് ഷാജിബായി, കുടുംബമൊക്കെ ഇല്ലേ, അവരെ നോക്കണ്ടേ, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് 9,000 റിയാൽ നിങ്ങൾ എവിടെ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്? അങ്ങനെയാണ് സഫിയാജത്ത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്നത്. ഇവിടെ ഇന്ന് 100 കണക്കിന് വരുന്ന ആയമാരുടെ